വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. അപ്പോൾ ഒരുപാട് പേരുടെ പരാതിയാണ് ഇംഗ്ലീഷ് എത്ര എഴുതിയിട്ടും മാർക്ക് കിട്ടുന്നില്ല. ഇപ്പോൾ +2 ഇംഗ്ലീഷ് ആണെന്നുണ്ടെങ്കിൽ +1 ഇംഗ്ലീഷ് ആണെന്നുണ്ടെങ്കിലും +1 ഓൾറെഡി എഴുതി റിസൾട്ട് വന്നു, അതിൽ ഫെയിലായിട്ട് ഇരിക്കുന്നവരുണ്ട്. ദെൻ ഇപ്പോൾ +2 ഇംഗ്ലീഷ് എഴുതുന്നതിനൊപ്പം +1 ഇംഗ്ലീഷ് ഇമ്പ്രൂവ്മെൻ്റ് എഴുതാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നവരുണ്ട്. അപ്പോൾ എന്തൊക്കെ ചെയ്തിട്ടും ഒത്തിരി പേജസ് എഴുതുന്നുണ്ട്, എന്നാലും ഇംഗ്ലീഷിന് മാർക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതിയുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ SSLCയിൽ നിന്നാണ് മിസ്റ്റേക്ക് പറ്റിയിരിക്കുന്നത്. SSLCയിൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ആക്ച്വലി വെരി സിമ്പിളാണ് അല്ലേ. എന്തെങ്കിലും എഴുതി വെച്ചാൽ മാർക്ക് തരാൻ വേണ്ടിയിട്ട് അവർ റെഡി ആയിട്ടിരിക്കുക. അപ്പോൾ ആ ഒരു ലാഘവത്തോട് കൂടിയിട്ട് നമ്മൾ +1 ഇംഗ്ലീഷിനെ കാണും. അങ്ങനെ +1 എഴുതി റിസൾട്ട് വരുമ്പോൾ അത് പൊട്ടും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ബോധം, പഠിക്കണം എന്നൊരു ബോധം വയ്ക്കുന്നത് +2ലാണ്. ഇത് ഓൾമോസ്റ്റ് എല്ലാ വിഷയത്തിലും ആ ഒരു ബോധം വയ്ക്കുന്നത് +2ലാണ്. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ +2ൻ്റെ ഒപ്പം തന്നെ +1 ഇമ്പ്രൂവ്മെൻറ്റും എഴുതണം. അപ്പോൾ ആ ഒരു ബോധം കൂടി പിന്നെ വന്നു. എല്ലാം കൂടി ആകുമ്പോൾ ഒരു സമയമില്ല. ഇനി ഞാൻ ജനുവരി കൗണ്ട് ചെയ്യുന്നില്ല. ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. മാർച്ച് എടുക്കരുത് കേട്ടോ, ഒരിക്കലും മാർച്ച് എടുക്കരുത്. മാർച്ച് പഠിക്കാനുള്ളൊരു സമയമായിട്ട് ഒരിക്കലും എടുക്കരുത്. മാർച്ച് ഈസ് ഓൺലി ഫോർ ഫൈനൽ റിവിഷൻസ് ഓൺലി. ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ റിവിഷൻസിന് മാത്രമാണ് മാർച്ച് മാസം ഉള്ളത്. കാരണം ഫസ്റ്റ് വീക്ക് തന്നെ നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ പിന്നെ മാർച്ച് പഠിക്കാനുള്ളൊരു ദിവസമായിട്ട് ഒരിക്കലും കണക്കാക്കരുത്. സോ നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിന് മാർക്കോട് കൂടിയിട്ട് പാസ്സാകും? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇംഗ്ലീഷ് +1 ആണെങ്കിലും +2 ആണെന്നുണ്ടെങ്കിലും ഫോർമാറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ വളരെ കുറവാണ് ചോദിക്കുന്നത്. ഫോർമാറ്റ് മാത്രം പഠിച്ചുകൊണ്ട് പോയാൽ പാസ്സാവില്ല. ദെൻ സമ്മറി മാത്രം വായിച്ചുകൊണ്ട് പോയാൽ ആ കഥ എഴുതി വെച്ച് പാസ്സാവാന്ന് വെച്ചാൽ അങ്ങനെയും പാസ്സാവില്ല. പാസ്സാവാനുള്ള ഏക വഴി സ്റ്റഡി, പഠിക്കുക. എങ്ങനെ പഠിക്കും, എങ്ങനെ എഴുതും? ഫസ്റ്റ് ഓഫ് ഓൾ ഇംഗ്ലീഷിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചിന്തിക്കാനുള്ള കഴിവിനെ, തിങ്കിങ് എബിലിറ്റി, അതുപോലെ തന്നെ ആൻസർ പ്രസൻറ്റ് ചെയ്യാനുള്ള കഴിവിനെ എല്ലാം അളക്കുന്ന രീതിയിലുള്ള ചോദ്യമാണ് വരാറ്. ചാപ്റ്ററിൽ ഏതെങ്കിലും ഒരു സംഭവം, ഒരു ലൈൻ തന്നിട്ട് നിങ്ങൾക്കിതിൽ എന്താണ് തോന്നുന്നത്, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ദിസ്, അങ്ങനെയുള്ള രീതിക്കുള്ള ക്വസ്റ്റ്യൻസ്, വാട്ട് ഈസ് യുവർ വ്യൂ ഓൺ ദിസ് എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വരാറ്. അതുകൊണ്ട് തന്നെ ഒരു സമ്മറി പഠിച്ചുകൊണ്ട് പോയിട്ട് സമ്മറി എഴുതി വെച്ചാൽ നമുക്ക് മാർക്ക് കിട്ടില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം? വായിക്കണം. ടീച്ചേഴ്സ് എപ്പോഴും പറയാറില്ല നിങ്ങളോട് ബുക്ക് വായിക്കണം എന്നുള്ളത്. പക്ഷെ നമുക്കിവിടെ എക്സാം അടുത്തിരിക്കുമ്പോൾ ബുക്സ് വായിച്ചുകൊണ്ടിരിക്കാനുള്ള സമയമില്ല. പിന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷിലേക്ക് നിങ്ങളെ സഹായിക്കുന്ന, +1 ആണെങ്കിലും +2 ആണെങ്കിലും ഇംഗ്ലീഷിലേക്ക് നിങ്ങളെ സഹായിക്കുന്ന നല്ലൊരു ഗൈഡ് ഉണ്ട്. ദീക്ഷ എന്നാണ് ആ ഒരു ഗൈഡിൻ്റെ പേര്. ഈ ബുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ, നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ദീക്ഷ എന്ന് പറയുന്ന +1 +2ൻ്റെ ഗൈഡ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ ദീക്ഷ +1 ആണെങ്കിൽ +1, +2 ആണെങ്കിൽ +2 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി. നിങ്ങൾക്കത് അവൈലബിൾ ആകും കേട്ടോ. പക്ഷേ നല്ല രീതിയിലുള്ള ബുക്സാണ് ഇത് 2 ബുക്കും. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഒരു സമ്മറിയും അതുപോലെ തന്നെ പലതരത്തിലുള്ള ഫോമാറ്റും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് അതിൽ അവൈലബിൾ ആകും കേട്ടോ. ഒരു റെഡിമെയ്ഡ് ആൻസേഴ്സ് നിങ്ങൾക്ക് അതിലുണ്ട്. അപ്പോൾ ഓരോ ചാപ്റ്ററിൽ നിന്നും മാറുന്നതിനനുസരിച്ചിട്ട് അതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങൾ അതിലേക്ക് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ അതിൽ ₹199 പ്ലസ് ഒരു ₹30 പോസ്റ്റൽ ചാർജാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ചോദിച്ചാൽ മതി കേട്ടോ. സോ എങ്ങനെ നമ്മൾ ഇംഗ്ലീഷ് മാർക്ക് സ്കോർ ചെയ്യും ബുക്ക് വായിക്കാതെ എന്ന് പറഞ്ഞാൽ, ബുക്സ് നമ്മളിനി വായിക്കേണ്ട. ഇനി നമ്മൾ വായിക്കേണ്ടത് ഗൈഡ്സും അതുപോലെ തന്നെ PDF നോട്ട്സൊക്കെ ഉണ്ടല്ലോ, ഇതാണ് നമ്മൾ വായിക്കേണ്ടത്. അത് കുറേ വായിക്കാം. പലതരത്തിലുള്ള നോട്ട്സ് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിരിക്കുമല്ലോ. അപ്പോൾ അതെല്ലാം വായിക്കാം. അത് വായിച്ച് അതിൽ ആൻസർ വരുന്ന ഒരു രീതി ഉണ്ടല്ലോ, ആ രീതിയോട് നിങ്ങൾ അഡാപ്റ്റ് ചെയ്യണം. എന്നിട്ട് അതേപോലെ ആൻസർ എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കണം. ഓൾസോ നിങ്ങൾക്ക് ChatGPTയുടെ ഹെൽപ്പ് ഉപയോഗിക്കാവുന്നതാണ്. ബട്ട് കംപ്ലീറ്റ്ലി ഇതിനെ റിലൈ ചെയ്യരുത്, ഇതിനെ വിശ്വസിക്കരുത്. ബിക്കോസ് ChatGPT ക്യാൻ മേക്ക് മിസ്റ്റേക്സ് വരുത്താറുണ്ട്. അതുകൊണ്ട് ചോദിക്കുന്ന കാര്യം, അതിൻ്റെ ഉത്തരത്തെ പറ്റി നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രം അതിനോട് ചോദിച്ച് പഠിച്ചാൽ മതി. ഓക്കെ, സിമ്പിളായിട്ടുള്ള നോട്ട്സൊക്കെ ഉണ്ടാക്കി തരാൻ ChatGPT നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ടൈപ്പ് കേട്ടോ. ഇപ്പോൾ ഹൊറഗല്ലുവിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഹൊറഗല്ലു മോഡേൺ വേൾഡിന് ആവശ്യമാണോ, ഇമ്പോർട്ടൻസ് ഓഫ് ഹൊറഗല്ലു, ഹൗ ക്യാൻ യു റിലേറ്റ് ഗ്രാൻഡ് ഫാദർ ആൻഡ് രത്ന ടു ഹൊറഗല്ലു, അങ്ങനെയുള്ള ചിന്തിക്കുന്ന ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഏക ഒരു വഴി നോട്ട് വായിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ സ്കൂളിൽ ഇനിയിപ്പോൾ നോട്ട് എഴുതിയെടുത്തിട്ടില്ലെങ്കിൽ ഇതേപോലെയുള്ള ഗൈഡ്സും അതുപോലെ തന്നെ PDF നോട്ട്സും ഒക്കെ വായിക്കുക.
ഓക്കെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലെ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ മാർക്ക് എത്ര എഴുതിയിട്ട് മാർക്ക് കിട്ടുന്നില്ല, അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നവരാണെങ്കിൽ ഏറ്റവും നല്ലൊരു വഴി ഒത്തിരി PDF നോട്ട്സ് വായിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് വായിച്ചാൽ തന്നെ ആ ഒരു ആൻസറിൻ്റെ രീതിയിലേക്ക് ഒരുപാട് തവണ വായിക്കണം, ഒറ്റ തവണ വായിച്ചുകൊണ്ടായില്ല കേട്ടോ. ഫോർമാറ്റ് മാത്രം പഠിച്ചുകൊണ്ട് ഈ വരുന്ന എക്സാമിന് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതൊരു ബോണസ് ടിപ്പായിട്ട് കണക്കാക്കിയിട്ട് ഇനി മുതലിരുന്ന് നോട്ട്സ് വായിക്കാൻ തുടങ്ങാം കേട്ടോ. മാക്സിമം നോട്ട്സ് വായിക്കുക, ടെക്സ്റ്റ് അല്ല വായിക്കേണ്ടത്, നോട്ട്സ് വായിക്കുക. ഓക്കെ, താങ്ക് യു.